പ്യാരെ ബച്ചോ ആദാബ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കാനും എഴുതാനും നിങ്ങൾ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ 8 അക്ഷരങ്ങൾ പറയാൻ പോകുന്നു. അത് എങ്ങനെയാണ് എഴുതുന്നത് വായിക്കുന്നത് എന്ന് നോക്കിയാലോ? പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ 3 ഭാഗങ്ങളിലായി നാം പഠിച്ച ഉറുദു അക്ഷരങ്ങളൊന്നും നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അല്ലേ? ഇന്ന് നാം ആദ്യമായി പഠിക്കാൻ പോകുന്ന അക്ഷരം നോക്കൂ. ടോയ്. എഴുതുന്നത് എങ്ങനെയൊന്ന് ശ്രദ്ധിക്കണേ. എഴുത്ത് തുടങ്ങുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കൂ. ടോയ് കൊണ്ടുള്ള ഒരു വാക്ക് ശ്രദ്ധിക്കൂ. തോത്ത. തോത്ത. ഉറുദുവിൽ തോത്ത അർത്ഥം, മലയാളത്തിൽ തത്ത. തത്ത. അടുത്ത അക്ഷരം ശ്രദ്ധിക്കൂ. സോയ്. സോയ്. എഴുതുന്നത് നോക്കണേ. അടുത്ത അക്ഷരം നോക്കൂ. ഐൻ. ഐൻ. ഐൻ കൊണ്ടുള്ള ഒരു വാക്ക് ശ്രദ്ധിക്കൂ. ഇൽം. നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടാവും. ഇൽം, അറിവ്. അടുത്ത അക്ഷരം നോക്കിക്കോളൂ. ഐൻ. മലയാളത്തിൽ ഗെയിൻ എന്നാണ് എഴുതിയതെങ്കിലും ഉച്ചാരണം ശ്രദ്ധിക്കൂ. ഐൻ. അടുത്ത അക്ഷരം നോക്കിക്കോളൂ. ഫേ. ശ്രദ്ധിക്കണേ. ഫേ. ഫേ കൊണ്ടുള്ള ഒരു വാക്ക് നോക്കൂ. ഫുട്ബോൾ. ഫുട്ബോൾ. പരിചയമുണ്ടാകും. ഫുട്ബോൾ, അത് തന്നെയാണ് ഫുട്ബോൾ. അടുത്ത അക്ഷരം നോക്കിക്കോളൂ. ഖാഫ്. ഖാഫ്. എഴുതുന്നത് നോക്കൂ. ഖാഫ് കൊണ്ടുള്ള ഒരു വാക്ക് നോക്കൂ. കുൽഫി. പരിചയം കാണും അല്ലേ? കുൽഫി. അടുത്ത അക്ഷരം നോക്കിക്കോളൂ. കേഫ്. കേഫ്. എഴുതുന്നത് നോക്കണേ. ഒരു വാക്ക് നോക്കൂ. കുർമ. മലയാളത്തിൽ നമ്മൾ കുറുമ പറയാറില്ലേ? അത് തന്നെയാണ് ഉറുദുവിൽ കുർമ. അടുത്ത അക്ഷരം നോക്കൂ. ഗാഫ്. ഗാഫ്. എഴുതുന്നത് നോക്കണേ. കാഫിന്റെ മുകളിൽ ഒരു വര കൂടെ ചേർക്കുന്നു, അതാണ് ഗാഫ്. വാക്ക് നോക്കൂ. ഗാഡി.
നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, ഗാഡി, വാഹനം. ഇന്ന് നാം 8 അക്ഷരങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്നാൽ ആദ്യ 4 അക്ഷരം വരയുള്ള നോട്ട്ബുക്കിൽ എങ്ങനെ എഴുതും എന്ന് നോക്കൂ. നല്ലവണ്ണം ശ്രദ്ധിക്കണേ. വരയുടെ മുകളിൽ ഉള്ളതും വരയുടെ താഴ്ഭാഗത്തേക്ക് വരുന്നതുമായ അക്ഷരങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ. അടുത്ത 4 അക്ഷരം നോക്കൂ. വരയുള്ള നോട്ട്ബുക്കിലാവുമ്പോൾ എങ്ങനെ എഴുതണം? ശ്രദ്ധിക്കണേ. ഫെ എഴുതിയത് വരക്ക് മുകളിലാണ്. ഖാഫ് എഴുതിയത് അല്പം വരക്ക് താഴെ പോകുന്നുണ്ട്. കേഫും ഗാഫും നല്ലവണ്ണം ശ്രദ്ധിക്കണേ എഴുതുന്നത്. ഓക്കെ. ഇന്ന് നമ്മൾ 8 അക്ഷരങ്ങളാണ് പഠിച്ചത്. എഴുതാനും വായിക്കാനും പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ. ശുക്രിയ. ഖുദാ ഹാഫിസ്.